അഭിരാമി. ശ്രീരാഗ്, എന്താടോ നീ കാണിച്ചത്? ഇവൻ്റെ മുഖം മുഴുവനും കുത്തും കോമയാണല്ലോ. പാവം. അതിനെന്താ വിഷ്ണു, നമുക്ക് മരുന്ന് കൊടുക്കാന്നേ. അതും പറഞ്ഞ് കയ്യിലിരുന്ന എന്തോ പൊതിയഴിച്ച് അതിലേക്ക് കൈ പൊത്തി അവൻ്റെ മുഖത്തിന് നേരെ നീട്ടി രാഗ്. മൂക്കിൻ്റെ അടുത്ത് വന്നതും തുമ്മി അവൻ. അപ്പോഴേക്കും അവൻ്റെ മുറിവിലേക്ക് അത് പൊത്തിയിരുന്നു. നീറിയതും മുഖം കുടഞ്ഞും കൈയും കാലുവിട്ടടിച്ചും വേദനയും പുകച്ചിലും കാരണം അലറിക്കരഞ്ഞു. പുറത്തേക്ക് ഒച്ച വരാനാവാതെ തൊണ്ടക്കുഴിയിൽ അമർന്നു ഞെരുങ്ങി. നീ എൻ്റെ ആമിയുടെ ദേഹത്ത് തൊടും അല്ലടാ? എന്ത് ധൈര്യം ഉണ്ടായി നിനക്ക്? പറഞ്ഞതും അവൻ്റെ വിരലുകൾ പിടിച്ച് ഞെരടിയിരുന്നു വിഷ്ണു. വിഷ്ണുവിൻ്റെ വായിൽ നിന്ന് കേട്ട എൻ്റെ ആമി എന്ന ഒറ്റ വാക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് ശ്രീരാഗ്. പറയടാ, എവിടെയാ നിന്റെ ആ കൂട്ടുകാർ 3 പേര്? നിനക്കറിയാം, രാഗ് ആ ചുറ്റിക ഇങ്ങെടുത്തേ, അവൻ്റെ അങ്ങ് പൊട്ടിച്ചേക്കാം. ആദിയുടെ തൊടയെടുക്കൽ നോക്കി വിഷ്ണു പറഞ്ഞു. അപ്പോഴേക്കും രാഗ് നിലത്തുനിന്ന് വെച്ചിരുന്ന ചുറ്റിക എടുത്തു. പേടികൊണ്ട് തലയിട്ട് അനക്കി. ആദി അവൻ്റെ കണ്ണുകൾ ഭയത്താൽ മിഴിഞ്ഞു. ഇനി ഒരു പെണ്ണിൻ്റെ മുമ്പിൽ നിന്റെ വിളച്ചിൽ പാടില്ല. രാഗ് അതും പറഞ്ഞ് അവന് നേരെ ചുറ്റിക ഉയർത്തി. അവൻ മൂന്നാറിലുണ്ടെന്ന് ആദ്യം ഒരു തരത്തിൽ പറഞ്ഞു. അവനെയും പൊക്കിയെടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന മഹേന്ദ്ര താറിൻ്റെ പുറകിലത്തെ സീറ്റിലേക്കിട്ടു. പിന്നെ ചാരിയിരുത്തി സീറ്റ് ബെൽറ്റ് വിട്ട് ഡോർ അടിച്ചു. ഫ്രണ്ട് സീറ്റിലേക്ക് കയറി. രണ്ടുപേരും പുറകിലേക്ക് ഒരുപോലെ തിരിഞ്ഞു നോക്കി. ബാക്ക് സീറ്റിൽ ശാന്തമായി സീറ്റിലേക്ക് ചാഞ്ഞുറങ്ങുന്ന ആമിയെ കണ്ടതും 2 പേരുടെയും ചുണ്ടിൽ ഒരുപോലെ ചിരി വിടർന്നു. പ്രണയത്തിൻ്റെ നിറമുള്ള ചിരി. ഇപ്പോൾ യാത്രയായാൽ നേരം വെളുക്കുമ്പോൾ ഇവനെയും കൊണ്ട് മൂന്നാറിലെത്താം. പറഞ്ഞതും ഒരെരപ്പോടെ വണ്ടി മുൻപോട്ടെടുത്ത് രാഗ്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ആ വണ്ടി ചീറിപ്പാഞ്ഞു. മഞ്ഞാൽ മൂടപ്പെട്ട മലച്ചെരുവിലൂടെ ആ ജീപ്പ് പാഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് രാഗ് മിററിലൂടെ ആമിയെ നോക്കുന്നുണ്ട്. അവൾ നല്ല ഉറക്കമാണ്. എങ്ങനെ ഉറങ്ങാതിരിക്കും? അത്താഴത്തിന് അവൾ പോലും അറിയാതെ കഴിച്ചത് ഉറക്ക ഗുളികയായിരുന്നു. ദേവിയമ്മയോട് എല്ലാം പറഞ്ഞ് ആമിയെ കൂട്ടി പോന്നതാണ്. പെട്ടെന്ന് വളവ് തിരിഞ്ഞതും ആമി മുന്നോട്ടാഞ്ഞു. രാഗ്, വണ്ടി നിർത്ത്. വിഷ്ണു പറഞ്ഞതും അവൻ സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ഡോർ തുറന്നിറങ്ങി ആമിയുടെ അടുത്തായിരുന്നു. അവൻ്റെ തോളിലേക്ക് അവളുടെ തല ചേർത്ത് കിടത്തി. വിഷ്ണുവിൻ്റെ ഓരോ പ്രവൃത്തിയും തൻ്റെ നെഞ്ചിൽ സൂചിമുന പോലെ കുത്തിക്കയറുന്നത് രാഗ് അറിഞ്ഞു. ഒരു നെടുവീർപ്പോടെ ജീപ്പ് വീണ്ടും മുന്നോട്ടെടുത്തു. ആദ്യം പറഞ്ഞ അഡ്രസ്സ് ചോദിച്ച് ഒരു വലിയ 2 നില വീടിൻ്റെ മുൻപിലെത്തി. ഇമ്രാനും കിരണും ഇവിടെയുണ്ടെന്ന് അന്ന പറഞ്ഞു. ഇവിടെയുണ്ട്. അന്ന എവിടെയാണെന്ന് അവന്മാർക്കറിയാം. ഇനി അതാണ് കണ്ടുപിടിക്കേണ്ടത്. രാഗ് അതും പറഞ്ഞുകൊണ്ട് സ്റ്റിയറിങ്ങിൽ ദേഷ്യത്തോടെ കൈയമർത്തി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. ഇവിടെ നമുക്ക് ഒന്ന് തങ്ങിയാലോ? അവർ കോട്ടയത്താണ്. വീട് അടച്ചിട്ടിരിക്കുവാണ്. രാഗ് വിഷ്ണുവിനോടായി പറഞ്ഞു. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെയുള്ളൊരു വീടാണ്. രാഗ് ഇറങ്ങി താക്കോൽ പോക്കറ്റിൽ നിന്നെടുത്തു. വാതിൽ തുറന്ന് തിരിഞ്ഞതും കണ്ടു ആമിയെ കൈകളിൽ എടുത്തുകൊണ്ട് വരുന്ന വിഷ്ണുവിനെ. അവൻ്റെ നെഞ്ചിലായി ഒതുങ്ങിക്കിടക്കുന്നവളെ കണ്ടതും സഹിക്കാനാകാതെ വിളിച്ചു പറയണമെന്ന് തോന്നി. ഇതെൻ്റെ പെണ്ണാണെന്ന്, രാഗിൻ്റെ മാത്രമാണെന്ന്. മിഴികൾ നിറഞ്ഞതും തല വെട്ടിച്ചു അവൻ. അകത്തേക്ക് കയറി ലൈറ്റിട്ട് മുറിയിലേക്ക് കയറി ബെഡിൽ കിടത്തി അവളെ. അപ്പോൾ വിഷ്ണു. രാഗ് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി. എന്തോ ഒരു വീർപ്പുമുട്ടൽ അവനെ മൂടി. പറയാതെ പറയുന്ന ഒരു പ്രണയം വിഷ്ണുവിൻ്റെ കണ്ണുകളിലും പ്രവൃത്തിയിലും രാഗിന് കാണാൻ കഴിഞ്ഞു. ആ തിരിച്ചറിവ് തന്നെ ശ്വാസം മുട്ടിക്കുന്നത് അറിഞ്ഞവൻ. രാഗ്, വാ, നമുക്കിവനെ അകത്തേക്ക് കിടത്താം. ശ്രീരാഗിൻ്റെ തോളിൽ വിഷ്ണു പിടുത്തോട്ടതും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു. അവൻ്റെ മുഖഭാവം കണ്ടതും അതിശയത്തോടെ വിഷ്ണു നോക്കി. എന്താടോ, തനിക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, ഞാൻ വെറുതെ ഓരോന്ന്. എന്നാ വാ, അവനെ കൊണ്ട് അകത്ത് തള്ളാം. ഡോർ തുറന്ന് ആദ്യം 2 പേരും കൂടി പൊക്കിയെടുത്തു. മരുന്നിൻ്റെ മയക്കത്തിലാണവൻ. ഒരു മുറിയിൽ കൊണ്ട് കിടത്തി വെളിയിൽ നിന്നും പൂട്ടി വിഷ്ണു. ആമി എഴുന്നേൽക്കാറായില്ലേ? വിഷ്ണു, ഒന്ന് വിളിക്കണ്ടേ അവളെ? ആമി നല്ല മയക്കത്തിലാണ്, കിടക്കട്ടെ. സത്യം പറഞ്ഞ വിശ്വസിക്കാനാകുന്നില്ല രാഗ്. എൻ്റെ ആമി എൻ്റെ ഇത്ര അടുത്ത്.
നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചത്. എൻ്റെ മുമ്പിൽ ഓരോ വാക്കുകൾ പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. വിഷ്ണുവിന് ആമിയെ പൂർത്തിയാക്കാനാവാതെ രാഗിൻ്റെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. ഇഷ്ടാണ്. എൻ്റെ ജീവനോളം, എൻ്റെ ഐശു കഴിഞ്ഞാൽ ആമിയോളം ഞാൻ വേറെ ആരെയും ഇത്രമേൽ സ്നേഹിച്ചിട്ടില്ല. രാഗ്, എനിക്ക് വേണോ അവളെ എൻ്റെ ഭാര്യയായി, എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഐശുവിന് പകരമായി? അവൾ അവൾ ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ ഒന്നാകണമെന്ന്. എല്ലാം ആമിയോട് പറയാനിരുന്നതാണ് അതിനു മുൻപേ. പറഞ്ഞതും ഒരു നെടുവീർപ്പോടെ രാഗിനെ നോക്കി. ഇനിയും എനിക്കവളെ ഉപേക്ഷിക്കാൻ വയ്യ. അവനിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും അത്യധികം നോവോടെ രാഗ് കേട്ടു. ഒന്നും മിണ്ടാതെ നോവൊളിപ്പിച്ച് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ താൻ അതിൽ പരാജയപ്പെടുന്നത് രാഗ് അറിഞ്ഞു. രാഗ്, നമുക്ക് എന്തെങ്കിലും ഫുഡ് മേടിക്കണ്ടേ? വിശപ്പ് തുടങ്ങി. താൻ മേടിച്ചോണ്ട് വാ. അപ്പോഴേക്കും വിഷ്ണു ഒന്ന് ഫ്രഷ് ആയിക്കോ. അത് വേണ്ട, താനല്ലേ ഇവിടെ വരെ ഡ്രൈവ് ചെയ്തത്. താൻ കുളിക്ക്, ഞാൻ പോയി എന്തേലും മേടിച്ചോണ്ട് വരാം. പറഞ്ഞതും ചാവിയുമായി ഇറങ്ങി. കുറച്ചു നേരം അങ്ങനെ മുറിയിൽ തന്നെ നിന്നു. ബെഡിൽ ആമയുടെ അടുത്തായി അവൻ പോയിരുന്നു. മുഖത്തേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടി മാടി ഒതുക്കി വെച്ചു. അവളുടെ കവിളിലൂടെ തലോടി. മുഖം താഴ്ത്തി അവൾക്ക് നേരെ കൊണ്ടുവന്നു. കവിളിൽ മുത്താനായി വന്നതും പെട്ടെന്നെന്തോ അവനെ പുറകോട്ട് വലിച്ചു. ആമി, താൻ ഏത് സ്വീകരിക്കും? പ്രണയമോ കടപ്പാടോ? അവളെ ദയനീയമായി നോക്കി രാഗ് ചോദിച്ചു. ഇതൊന്നും അറിയാതെ ആമി നല്ല ഉറക്കത്തിലായിരുന്നു. താൻ ചക്രവ്യൂഹത്തിൽ പെട്ടതറിയാതെ രാഗ് കുളിച്ചിറങ്ങിയതും കണ്ടു. ആമിയുടെ കൈകൾ ചേർത്തിരിക്കുന്ന വിഷ്ണുവിനെ ഒരു ചിരി നൽകി അവന് രാഗ്. വിഷ്ണു വന്നതേ ഉള്ളോ? ആ, ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഫുഡ് ടേബിളിൽ ഇരിപ്പുണ്ട്. ഞാൻ ആമിയെ വിളിക്കാം, താൻ ഫുഡ് എടുത്തോ. അവൻ മുഖം കുനിച്ച് അവളുടെ കൈകളിൽ മുത്തുന്നത് വേദനയോടെ കണ്ടു. പിന്നെ അവിടെ നിന്ന് നടന്നു. ആമി, എടോ എഴുന്നേക്ക്. ഒരു കപ്പിൽ വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് തളിച്ചു കൊടുത്തു. കണ്ണുകൾ ചിമ്മി എഴുന്നേറ്റു. ആമി മുമ്പിൽ വിഷ്ണുവിനെ കണ്ടതും ഞെട്ടലോടെ എഴുന്നേറ്റു. വിഷ്ണുവേട്ടാ, ഏട്ടൻ എന്താ ഇവിടെ? കണ്ണും തിരുമ്മി ചോദിച്ചവൾ. ഞാനെന്താ ഇവിടെ? അതാണോ? താൻ എന്താ ഇവിടെയെന്നോ? അതും ഈ മൂന്നാറിൽ. മൂന്നാറോ? എങ്ങനെ? ഞെട്ടലോടെ ആമി ചാടി എഴുന്നേറ്റു. താൻ വാ, ഒരു സർപ്രൈസ് തരാം. പറഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നു. സോഫയിലിരിക്കുന്ന രാഗിനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. വിഷ്ണുവിൻ്റെ കൈവിട്ട് രാഗിൻ്റെ അടുത്തേക്ക് നടന്നു. രാഗ്, നമ്മളെങ്ങനെ ഇവിടെ? രണ്ടും കൂടി എന്നെ കിഡ്നാപ്പ് ചെയ്തോ? എന്താ ഉദ്ദേശം? രണ്ടുപേരെയും ചിരിയൊളിപ്പിച്ച് ചോദിച്ചവൾ. അതൊക്കെയുണ്ട്, നീ ഞെട്ടു ആമി, അല്ലേടോ രാഗ്? രാഗിനോടായി പറഞ്ഞു. അവളുടെ പുറത്ത് രണ്ട് കൈയും വെച്ച് തള്ളിക്കൊണ്ട് അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു വിഷ്ണു. ആമിയിൽ വിഷ്ണു കാണിക്കുന്ന അമിത സ്നേഹവും കരുതലും ദേഷ്യവും സങ്കടവും ഒക്കെ കലർത്തി. തൻ്റെ മുമ്പിൽ കൂഞ്ഞിക്കൂടി കിടക്കുന്നവനെ കണ്ടതും ആമി ഞെട്ടലോടെ ഇരുവരെ നോക്കി. ഇത് ആദ്യം എങ്ങനെ? എന്താ രണ്ടിൻ്റെ ഉദ്ദേശം? അവൾ എളിയിൽ കൈകെട്ടി രണ്ടുപേരെ നോക്കി. ആമി, നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? അതിനുള്ള തുടക്കമാണ് ഈ കിടക്കുന്നവൻ. രാഗ് അതും പറഞ്ഞ് അവളുടെ കൈകളിൽ പിടിച്ചു. അതെ, പ്രതികാരം ചെയ്യണം. അതിന് നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ആമി, അവന്മാരുണ്ടിവിടെ, കിരണും ഇമ്രാനും. വിഷ്ണു ആണത് പറഞ്ഞത്. അവരുടെ പേര് പോലും അവളിൽ ദേഷ്യം നിറച്ചു. താൻ കുളിച്ചു വാ. ആമി, തൻ്റെ ഡ്രസ്സൊക്കെ മുറിയിലുണ്ട്, എന്നിട്ട് ഫുഡ് കഴിക്കാം. വിഷ്ണു അതും പറഞ്ഞ് റൂമിന് വെളിയിലേക്ക് നടന്നു. രാഗിൻ്റെ കവിളിൽ ഓടി വന്ന് ഉമ്മ വെച്ചിട്ട് പെട്ടെന്ന് കുസൃതി ചിരിയോടെ ആമി പോയി. അവൾ പോകുമ്പോൾ കാതിൽ മെല്ലെ ഒന്ന് പറഞ്ഞിരുന്നു, ലവ് യു. പെട്ടെന്നുള്ള അവളുടെ പെരുമാറ്റത്തിൽ സ്തംഭിച്ചു നിന്ന് രാഗ്. ഇവൾ എന്താ ഓടുന്നത്? പറഞ്ഞുകൊണ്ട് രാഗിനെ തിരിഞ്ഞു നോക്കിയ വിഷ്ണു രാഗിൻ്റെ നിൽപ്പ് കണ്ട് അവളുടെ തോളിൽ തട്ടി. ഇതെന്ത് നിൽപ്പാടോ? തന്നെ വല്ല കറണ്ട് ഓടിച്ചോ? ചിരിയോടെ അവൻ ചോദിച്ചതും ഞെട്ടൽ മാറി തിരികെ അവനും ഒരു ചിരി നൽകി രാഗ്. ഏയ്, ചെറിയൊരു ഷോക്ക്. ചിരിയോടെ നടന്നു പോകുന്നവനെ നോക്കി വിഷ്ണു നിന്നു. ആദി കണ്ണു തുറന്നതും അലറി വിളിച്ചു.
ആമി, ആ പൊറോട്ട ഇങ്ങ് എടുത്തോണ്ട് വാ. ഇവന്റെ വായിൽ കുത്തിക്കയറ്റ്. വിശപ്പും പോകും, കുറേ നേരം കാറാതെ ഇരുന്നോളും. അതും പറഞ്ഞ് അവന്റെ മുടിക്കുത്തിന് പിടിച്ചു രാഗ്. അധികം പിടയ്ക്കാതെ കിടന്നാൽ കാര്യങ്ങൾ നൈസായി നടക്കും. അല്ലെങ്കിൽ നീ കുറേ അനുഭവിക്കും. അവനൊരു തള്ളു കൊടുത്തിട്ട് എഴുന്നേറ്റു. മുഖത്ത് പറ്റിയ തുപ്പൽ മുണ്ടുകൊണ്ട് തൂത്തു. ഇതേട്ടനങ്ങ് സഹിച്ചു. മോൻ ഉറങ്ങിക്കോ. നാളെ മുതൽ യാത്ര തുടങ്ങുക നമ്മൾ. പറഞ്ഞിട്ട് ആമി കൊണ്ടുവന്ന പൊറോട്ട അവൻ്റെ വായിൽ കുത്തിക്കയറ്റി വെച്ചു. കുറേശ്ശെ ചവച്ചു തിന്നു. പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി 3 പേരും. രാവിലെ തന്നെ ഇറങ്ങി. 3 പേരും ആദ്യ മുറിയിൽ പൂട്ടിയിട്ടു. ആദ്യം അവർ താമസിക്കുന്ന വീട്, പിന്നെ ഓഫീസ് എല്ലാം അന്വേഷിച്ചു. ഒരാഴ്ചയോളം അവരറിയാതെ അവരെ ഫോളോ ചെയ്തു. 2 പേരും പാർട്ട്നേഴ്സായിട്ടുള്ള ബിസിനസ്സാണ്. അന്നയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോളിംബെൽ കേട്ട് കതക് തുറന്നിരുന്നു കിരൺ. മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആദ്യമൊന്ന് ഞെട്ടി. എങ്കിലും പിന്നെ താടിയിൽ കൈകൊണ്ടൊഴിഞ്ഞ് അവളെ ഒന്ന് നോക്കി. ആ, ഇതാര്? ആമി പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ചു. അവനിലേക്കും അവൻ്റെ കയ്യിലേക്കും മാറി നോക്കി അവൾ. നിന്നെ കാത്തിരിക്കുമായിരുന്നു ഞങ്ങൾ. ആദ്യം പറഞ്ഞിരുന്നു നീ ഞങ്ങൾക്കായിട്ടുള്ള വേട്ടയിലാണെന്ന്. നീയും ഒന്നുകൂടി ഉരുണ്ടു പോയല്ലോടി. അന്നയും ഇമ്രാനും എവിടെ? ഓ, ആമി. അന്ന, അവൾ നിന്നെ കിട്ടാത്തതിൽ ഹാലിളകിയിരിക്കുക. വിളിക്കണോ? നമുക്ക് ഗ്രൂപ്പായിട്ട് പറയുകയും അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി ചുണ്ടു നനച്ചവൻ. ഓ, എൻ്റെ ആമി, അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സിങ്ങായിപ്പോയി. എന്നാലും ഇപ്പോഴും നിന്നോടുള്ള കൊതി പോയിട്ടില്ല. എന്തായാലും നീ പകരം വീട്ടാൻ വന്നു. എന്നാ പിന്നെ നമുക്ക് കൂടിയിട്ട് പോകാം. എന്താ? പറയുകയും അവളുടെ കവളിലൂടെ കൈ തഴുകി പുച്ഛത്തോടെ മുഖം തിരിച്ചവൾ. അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചതും ശക്തിയിൽ പിടിച്ച് തള്ളി ആമി. പറയടാ, എവിടെ ഇമ്രാനും അന്നയും? എനിക്ക് കാണണം. അവൻ്റെ ബനീനിൽ പിടിച്ച് ആമി ശക്തിയിൽ ഒലിച്ചു. മേശമേലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവളുടെ തലയിലടിച്ച് കിരൺ പെട്ടെന്ന് നിലത്തേക്ക് വേച്ചുപോയി 2 കൈകൊണ്ടും കൂട്ടിപ്പിടിച്ചവളെ. കണ്ണുകൾ മയങ്ങി കൂമ്പി. പ്ലാസ്റ്റർ എടുത്ത് ആമിയുടെ വായിലൊട്ടിച്ചു. കൈയും കാലും കൂച്ചിക്കെട്ടി പൊക്കിയെടുത്ത് കാറിൻ്റെ ഡിക്കിയിലിട്ട് ക്ലോസ് ചെയ്തു. ഫോൺ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു. ഇമ്രാൻ. അവൾ. ആമി എൻ്റെ കയ്യിലുണ്ട്. ഞാനങ്ങ് വരുവാ. നീ അന്നയെ വിളിക്ക്. ഗസ്റ്റ് ഹോസ്റ്റലിലേക്ക് വരാൻ പറ. പറഞ്ഞുകൊണ്ട് കാറെടുത്തവൻ പാഞ്ഞു. അവനറിയാതെ അവൻ്റെ പിറകിലായി അവരും. വിഷ്ണു, ആമിക്ക് എന്തെങ്കിലും അപകടം? എനിക്കെന്തോ പേടി പോലെ. രാഖിൻ്റെ മുഖത്ത് ഭയന്നിറഞ്ഞു. ഏയ്, ഒന്നും വരില്ല. അവരെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ ഇതല്ലാതെ മാർഗവുമില്ല. അതും പറഞ്ഞ് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. അവർ പോയ വഴിയെ അവരെ പിന്തുടർന്നു. വളഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ കാറ് പാഞ്ഞു. മഞ്ഞാൽ മൂടപ്പെട്ടിരുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എസ്റ്റേറ്റിലേക്കാണ് കാറ് പോയത്. കുറച്ചകലെയായി ജീപ്പ് നിർത്തി വിഷ്ണു. കിരൺ കോളിംബെല്ലടിച്ച് കാത്തു നിൽക്കുന്നതും ഒരു പെൺകുട്ടി വന്ന് കതക് തുറക്കുന്നതും കണ്ടു. അതാണ് അന്ന. പിന്നീടെല്ലാം വിഷ്ണു പ്ലാൻ ചെയ്തതുപോലെ നടന്നു. 3 കൊടുക്കാനുള്ളത് കൊടുത്തു. ശേഷം വിഷ്ണുവിൻ്റെ ആകും ആമിയെ കൂട്ടിക്കൊണ്ട് ആ വലിയ വീട്ടിൽ നിന്നിറങ്ങി. ഐഷുവിൻ്റെ ആത്മാവ് എല്ലാം കണ്ട് സന്തോഷിച്ചു. സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്ന ആമി. 3 പേരുടെയും മുഖത്ത് ഒരു സംതൃപ്തിയുടെ തെളിച്ചം ഉണ്ടായിരുന്നു. രാഗ്, വളരെ നന്ദി. താൻ ഞങ്ങളുടെ കൂടെ നിന്നതിന്. താനുമായി യാതൊരു ബന്ധമില്ലാഞ്ഞിട്ടും താൻ ഒപ്പം നിന്നല്ലോ. ഞാൻ ആമിക്ക് വേണ്ടിയാണ് കൂടെ വന്നത്. പിന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ ഐഷുവിനു വേണ്ടിയും. പറയുകയും അവളെ ഒന്ന് നോക്കി. അവൾ കണ്ണടച്ച് കാണിച്ചവനെ. കഥകിൽ നിർത്താതെയുള്ള മുട്ട് കേട്ടതും അവർ ലൈറ്റ് ഓണാക്കി. ക്ലോക്കിലേക്ക് നോക്കി. വെളുപ്പിന് 3 മണി. ഇതാരാകും? വിഷ്ണു കൂടിയില്ലല്ലോ. അമ്മ, കതക് തുറക്ക്. ഞാനാ, വിഷ്ണു. അവൻ്റെ ഒച്ച കേട്ടതും അവർ പെട്ടെന്ന് കതക് തുറന്നു. മുമ്പിൽ നിൽക്കുന്ന വിഷ്ണുവിനെ ആമിയെ കണ്ടതും മാലതിയുടെ കണ്ണുകൾ വിടർന്നു. ഓടി വന്ന് അവരെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും വരാന്തയിലേക്ക് രാഗം കയറി വന്നു. ഇതാരാ മോനെ? ഇത് ആമിയുടെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര പോയത്.
നീ പറഞ്ഞില്ലല്ലോ മോനെ, എങ്ങോട്ടാ പോയത്? അത് അത്യാവശ്യമായി ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എല്ലാം തീർന്നു. ഇപ്പോൾ സ്വസ്ഥമായി അമ്മ. നിങ്ങൾ കയറി വാ, ഒന്ന് ചെറുതായി ഉറങ്ങാം. രാവിലെ തന്നെ തിരിച്ചു പോകാനായി ഒരുങ്ങിയിരുന്നു രാഗ്. മൂന്നാറിൽ 4 പേരെ കൊക്കയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ശരീരം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്ന് പോലീസ് അറിയിച്ചു. 3 യുവാക്കളും ഒരു യുവതിയുമാണ് മരിച്ചത്. അബദ്ധത്തിൽ വീണതാകുമെന്ന് പോലീസ് പറഞ്ഞു. അവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് ഡ്രഗ്സ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ വിവരം നമ്മുടെ പ്രതിനിധി അശോക് നൽകും. ടിവിയിലെ വാർത്ത കേട്ടതും ധൃതിയിൽ വന്നിരുന്ന രാഗ് കസേരയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുവാണ് വിഷ്ണു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ട്. അവൻ അടുത്തായി കസേരയിൽ ഇരുന്ന് രാഗ്. അവൻ്റെ കണ്ണിൽ ചെറിയ പേടി തെളിഞ്ഞു. വലം കയ്യാൽ അവൻ്റെ തൊടയിൽ കൈയമർത്തി വിഷ്ണു. അപ്പോഴേക്കും കുളിയും കഴിഞ്ഞ് ആമിയും വന്നു. അവളുടെ കണ്ണുകളും ടിവിയിൽ പതിഞ്ഞു. എന്താണെന്നറിയാത്ത സന്തോഷം നിറഞ്ഞു അവളുടെ മുഖത്ത്. രാവിലത്തെ ഫുഡ് കഴിച്ചു പോരാനായി ഇറങ്ങി രണ്ടുപേരും ഐഷുവിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്ന് കണ്ണടച്ചു നിന്നു. അവളുടെ കയ്യിലൊരു തണുപ്പ് പടർന്നതും ആമി കണ്ടു തൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഐഷുവിൻ്റെ അമ്മയെ. ആ കണ്ണുകൾ നിറയുന്നുണ്ട്. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ ഒരു കാര്യം പറഞ്ഞാ നടത്തിത്തരുമോ മോള്? എന്താ അമ്മ ചോദിച്ചോ? ആമി നടത്തിത്തരും. എൻ്റെ മോളായി, എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയായി വരുമോ? അവന് ഇഷ്ടാ മോളെ. ആ അമ്മയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ മരവിച്ചു പോയി ആമി. അവളുടെ കയ്യിൽ നിന്ന് പിടിയഴിഞ്ഞു. ദേഹം തളരുന്ന പോലെ. രാഗിനെ പോലെ നോക്കാനാവാതെ അവൾ നിന്നു. രാഗിൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ഐഷുവിൻ്റെ ആഗ്രഹമായിരുന്നു വിഷ്ണുവിൻ്റെ മോളുടെയും വിവാഹം. നടത്തൂലേ മോളെ? അവളുടെ ആഗ്രഹം. എൻ്റെ മോളായി നീ വരില്ലേ? ആ അമ്മ അവളുടെ നെറ്റിയിൽ മുത്തി. രാഘു വരാന്തയിൽ നിന്ന് ഇറങ്ങി നടന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാനായി നിന്നു. അറിയാമായിരുന്നു അവളുടെ ഉത്തരം എന്താകുമെന്ന്. അത് കേൾക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. തന്നിൽ നിന്ന് അകന്നു പോകുന്നവനെ നോക്കി നിന്നു. കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങുന്നതറിഞ്ഞതും കണ്ണുകൾ ഇറുക്കി അടച്ച് കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. അവളിൽ നിന്നും ഒരു ശബ്ദം വെളിയിലേക്ക് വന്നു. എന്താ മോളെ, സമ്മതാണോ മോൾക്ക്? എനിക്ക് എൻ്റെ ഐഷുവിൻ്റെ ആഗ്രഹമല്ലേ? എനിക്ക് സമ്മതമാണ്. പറയുമ്പോൾ ശബ്ദം ഇടറാതിരിക്കാൻ പാടുപെട്ടു. അവളപ്പോൾ ഒന്ന് മാത്രമേ മനസ്സിൽ ഓർത്തുള്ളൂ, ഐഷു. തൻ്റെ ഐഷു, അവളുടെ ആഗ്രഹം. തൂണിൽ ചാരി നിന്നിരുന്ന വിഷ്ണുവിൻ്റെ നെഞ്ചകം തുടിച്ചു. കണ്ണുകൾ തിളങ്ങി. നടന്നു നീങ്ങുന്ന രാഗിൻ്റെ കാതിലൂടെ അവളുടെ വാക്കുകൾ സൂചി മുനുപോലെ കുത്തിക്കയറി. അറിയാമായിരുന്നു അവളുടെ ഉത്തരവ് അതാകൂന്ന്. കാരണം അവൾക്കതേ പറയാൻ പറ്റൂ. ഐഷു അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. ജീപ്പിലേക്ക് ചാരി നിന്നു. പിന്നെ ചിരിക്കാനായി ഒരു പാഴ്ശ്രമം നടത്തി. തോളിൽ കൈത്തലം അമർന്നതും ആ ചിരി മായാതെ ഒന്ന് തിരിഞ്ഞു. മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കുന്ന വിഷ്ണുവും അവനു പിറകിലായി മിഴികൾ താഴ്ത്തി നിൽക്കുന്ന ആമിയിലേക്കും. രാഗൊന്ന് നോക്കി. ചിരിയോടെ വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചു. അഭിനന്ദനങ്ങൾ വിഷ്ണു. രണ്ടുപേർക്കും പറയുകയും അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. നന്ദി രാഗ്. ആമി സമ്മതിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഐഷുവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇനി എൻ്റെ പെണ്ണായി ആമി കാണുമല്ലോ. അമ്മയുടെയും അച്ഛൻ്റെയും മകളായി പറയുകയും ആമിയെയും ചേർത്ത് പിടിച്ചു. ഉരുകിത്തീരും പോലെ തോന്നി അവൾക്ക്. അടുത്ത ദിവസം മുത്തശ്ശിയെ കാണാൻ വരാം, ആമിയെ പെണ്ണ് ചോദിക്കാൻ. വിഷ്ണു എന്ന് പറയുമ്പോൾ നെഞ്ചകം മിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോരുമ്പോൾ യാത്രയിൽ അവർക്കിടയിൽ മൗനം ഇടം പിടിച്ചു. ഇടയ്ക്ക് പുറപ്പെടുന്ന ദീർഘനിശ്വാസങ്ങൾ മാത്രം ആകെ ഉണ്ടായിരുന്നുള്ളൂ. രാഗ്, എന്നോടൊന്നും ചോദിക്കാനില്ലേ? അവളുടെ സ്വരം ഇടറി. ഒന്ന് ശ്വാസം വിട്ട് രാഗ് പിന്നെ അവളെ നോക്കി. പിന്നിലേക്ക് പോകുന്ന കാഴ്ചകളിലേക്ക് മിഴിന്നിട്ട് ആമി അവൻ്റെ അരികിലായി ഇരിപ്പുണ്ട്. അവളുടെ ഉള്ളം കലങ്ങുന്നത് അവൻ അറിഞ്ഞു. തൻ്റെ തീരുമാനമാണ് ശരി. പ്രണയത്തെക്കാളും വലുതായുള്ള ചില ബന്ധങ്ങളുണ്ട്.
കടപ്പാടുകളുണ്ട്. എനിക്കൊരു പരാതിയോ പരിഭവമോ ഇല്ല. അപ്പോൾ നീ എന്നെ പ്രണയിച്ചിരുന്നില്ലേ? അവളുടെ വാക്കുകൾ വിറകൊണ്ടു. വിട്ടുകൊടുക്കലും പ്രണയമാണ് ആമി. എന്നോട് ക്ഷമിക്ക് രാഗ്. ഞാൻ വാക്കിന് വിലയില്ലാത്തവളാണ്. നമ്മുടെ സ്നേഹത്തിനോട് നീതി കാണിക്കാനായില്ല. ഏയ്, നമ്മൾ തമ്മിൽ അതിനു മാത്രമുള്ള ബന്ധമൊന്നും ആയിട്ടില്ല. ഒരു അട്രാക്ഷൻ, അതേ ഉള്ളൂ. ആമി ഒരു നിമിഷം ഞെട്ടി നോക്കി അവനെ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ രാഗ്. ഞാൻ നിനക്ക്. പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തി. അവനവളുടെ കയ്യിൽ പിടുത്തം വിട്ടു. അവൻ്റെ നെഞ്ചിലെ വിങ്ങൽ ആ സ്പർശനത്തിലൂടെ അറിഞ്ഞവൾ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അടുത്തേക്ക് ആഞ്ഞു വന്നു. അവളുടെ മുഖം 2 കൈയാലും എടുത്തു. പിന്നെ നെറ്റിയിലും കവിളിലുമായി അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു. ചുണ്ടിലൊന്ന് ചുംബിച്ചു വിട്ടു. സീറ്റിലേക്ക് ചാരിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞവൻ്റെ. ശ്വാസം പോലും എടുക്കാനാവാതെ ഇരുന്ന ആമി അവളുടെ ഇരു കവിൾത്തടത്തിനെ തഴുകി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അവനിലെ പ്രണയം തന്നെ കുത്തി നോവിക്കുന്നത് ആമി അറിഞ്ഞു. കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. വണ്ടി വളരെ വേഗത്തിൽ പായുന്നത് അവൾ അറിഞ്ഞു. ജീപ്പ് പോർച്ചിലേക്ക് കയറിയതും മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. പുറകെ സുശീലയും. മുത്തശ്ശിയുടെ കരച്ചിൽ എന്തിനാവാമെന്നറിയാം. എങ്കിലും ആ പാവം മുഖത്ത് കാണിച്ചില്ല. മോളെ, ആദിക്കുഞ്ഞിന് അപകടം, മരിച്ചു എന്നാണ്. മൂന്നാറിൽ വെച്ച് സാറ് മാഡം പോയിട്ടുണ്ട്. മോളെ കുറേ വിളിച്ചു, കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് ചാർജ് കുറവായിരുന്നു. രാഗിനെ നോക്കി ആമി. അവൻ്റെ മുഖത്തും ആദ്യമായി കേൾക്കുന്ന ഭാവം. തന്നെ അവൻ നോക്കുന്നില്ലെന്നുള്ളത് അവളിൽ വലിയൊരു നോവുമായിരുന്നു. ശ്രീകുട്ട, നീ അരവിന്ദനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. എനിക്ക് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടൊരു സമാധാനവുമില്ല. എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? അവർ തലയിൽ കൈവച്ച് നിലത്തേക്കിരുന്നു. ആമിയൊന്ന് നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് മാറി നിന്ന് വിളിച്ചു. ആമിയുടെ ഹൃദയം സന്തോഷത്താലും സങ്കടത്താലും ഒരുപോലെ വലിഞ്ഞു മുറുകി. അത് മുത്തശ്ശി, അവർ ഹോസ്പിറ്റലിലാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഉടനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ദേവിയമ്മ അങ്ങോട്ട് വന്നു. ശ്രീകുട്ട, അവർ ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അമ്മയ്ക്ക് എന്തോ ഒരു ഭയം പോലെയായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ വന്നല്ലോ. മുത്തശ്ശി, ഞാൻ വീട് വരെ പോയിട്ട് വരാം പറയുകയെ ആമിയെ നോക്കാതെ അമ്മയും ചേർത്ത് പിടിച്ചവൻ നടന്നു. നെഞ്ചകം വിങ്ങുന്നതറിഞ്ഞവൾ പുറത്തേക്ക് വന്ന കരച്ചിൽ ചീളുകളെ സ്വയം നിയന്ത്രിച്ചകത്തേക്ക് ഓടി. എൻ്റെ കുട്ടിക്ക് സഹിക്കാനാവുന്നില്ല. അതും പറഞ്ഞ് മുത്തശ്ശി തൂണിലേക്ക് ചാരിയിരുന്നു. സുശീലയുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിടർന്നു. ആമിക്കുഞ്ഞ് സന്തോഷിക്കുന്നുണ്ടാവും. നന്നായി ആ കാലമാടൻ ചത്തത്, അവർ മനസ്സിൽ പറഞ്ഞു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. പന്തലുകെട്ടലും മറ്റുള്ള കാര്യങ്ങൾ രാഗാണ് നോക്കി നടത്തുന്നത്. വിഷ്ണു ഓരോ കാര്യങ്ങളും രാഗിനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഡെഡ് ബോഡി രാത്രിയോടെ കൊണ്ടുവന്നിരുന്നു. മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ട് അടുത്ത് കസേരയിട്ട് ഇരിക്കേണ്ടി വന്ന ആമിക്ക് ഉച്ചത്തോടെ അവൻ്റെ ശവത്തിൽ നോക്കിക്കൊണ്ട് അവളിരുന്നു. അപ്പോഴും കണ്ണുകൾ തേടിയിരുന്നത് ഒരാളെ മാത്രമാണ്. ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ 4 മാസമായി ആദ്യം മരിച്ചിട്ട്. ആമിയുടെ അച്ഛനും ചെറിയമ്മയും ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. രാഗ് തന്നിൽ നിന്നും മനഃപൂർവ്വം മാറി നടക്കുന്നത് ആമിയെ തകർത്തിരുന്നു. കാണാൻ ചെന്നാൽ പോലും ഒഴിഞ്ഞു മാറിപ്പോകും. ഇന്നാണ് വിഷ്ണുവും അച്ഛനും അമ്മയും വരുന്നത്. ആമിയെ വിവാഹം ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ. എനിക്ക് വിവാഹത്തിന് സമ്മതം ഉണ്ടായിട്ടല്ല, പിന്നെ ആമി അതാണ് ആഗ്രഹിക്കുന്നതെന്നറിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ്. അവൾ എഡ്യൂക്കേറ്റഡ് ആണ്. വെറും ഒരു ഓട്ടോക്കാരന്. അരവിന്ദൻ തൻ്റെ അനിഷ്ടം അറിയിച്ചു. ഞാൻ അച്ഛനെപ്പോലെ ഒരാളുടെ ജോലി നോക്കിയല്ല ആളുകളെ വിലയിരുത്തുന്നത്. ആമി വെട്ടി തുറന്നു പറഞ്ഞതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. നല്ല മാർക്കും ഉണ്ടായിരുന്നു. ജോലി കിട്ടാതെ വന്നപ്പോഴാണ് അവൻ പല ജോലികൾക്കായി ഇറങ്ങിയത്. എല്ലാം മോൾക്ക് വേണ്ടിയായിരുന്നു, അവളുടെ നല്ലതിനു വേണ്ടി. പക്ഷേ പറയുകയും കരഞ്ഞു പോയിരുന്നു ഐഷുവിൻ്റെ അമ്മ. 2 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹം എന്നുറപ്പിച്ചാണ് അവർ മടങ്ങിപ്പോയത്. അമ്പലത്തിൽ വെച്ച് ഒരു ചടങ്ങ് മാത്രം മതിയെന്നും തീരുമാനിച്ചു. ദേവിയമ്മേ, എന്നോട് പിണക്കാണോ? ആമി അവരുടെ കയ്യിൽ മുറുക്കി പിടിച്ച് നെഞ്ചോട് ചേർത്തു. എനിക്കാരോടും പിണക്കമില്ല.
എന്നാലും എൻ്റെ ശ്രീകുട്ടൻ്റെ കണ്ണ് നിറയുന്നത് കാണാൻ വയ്യ. അവൻ ആശ കൊടുക്കേണ്ടിയിരുന്നില്ല. പറയുകയും തുളുമ്പി വന്ന കണ്ണുനീരൊപ്പി. ഞാൻ നിസ്സഹായാണ്. എൻ്റെ ഐഷു, അവൾക്ക് വേണ്ടി, ആ പാവ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഒരു മകളാവാൻ വാക്ക് കൊടുക്കാതെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. മോൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ? എന്താ ദേവിയമ്മേ, പറഞ്ഞോളൂ. രാഗിനോട് മോള് പറയോ മാളൂട്ടിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ? അവരുടെ കൂട്ടി പിടിച്ചിരുന്ന കയ്യിലെ പിടിവിട്ട് അവളുടെ തലയിൽ ശക്തിയിൽ എന്തോ അടിച്ചതുപോലെ അനങ്ങാതെ നിന്ന അമ്മി. ഏട്ടൻ വന്നിരുന്നില്ലേ? മാളൂട്ടിക്ക് രാഗിനെ മതിയത്രേ. എനിക്ക് പേടിയാ മോളെ, എൻ്റെ കുഞ്ഞ് ഇനിയൊരു വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന്. മോള് പറഞ്ഞാൽ അവൾ കേൾക്കും. അവർ കൈകൾ കൂപ്പി. ദേവിയമ്മേ, ഞാൻ പറയാം. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. അതിന് മറ്റൊരാളുടെ ആവശ്യമില്ല. മുറിയിലേക്ക് കയറി വന്ന രാഗ് പാലും മുത മേശയിലേക്ക് ദേഷ്യത്തിൽ വെച്ചു. അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഞാൻ മാളുവിനെ വിവാഹം ചെയ്യണം. അമ്മ അവനോട് പറഞ്ഞേക്ക് എനിക്ക് സമ്മതമാണെന്ന്. പറയുകയും കോപത്തോടെ നോക്കിയിരുന്നു ആമിയെ. അവളപ്പോൾ കാറ്റുപോലെ വെളിയിലേക്ക് പോയി. അവനിൽ നിന്ന് എന്താണ് കേട്ടതെന്ന് അത് വീണ്ടും വീണ്ടും അവളുടെ കാതുകളിൽ അലയടിച്ചു. എനിക്കറിയാം എൻ്റെ കുട്ടി എത്രമാത്രം നോവുന്നുണ്ടെന്ന്. എങ്കിലും അവൻ ഒടുക്കം സമ്മതിച്ചല്ലോ. എല്ലാം നല്ലതിനാണ്. അവർ കണ്ണുകൾ തുടച്ചു. കാൽപെരുമാറ്റം കേട്ടതും മനസ്സിലായി ആരാണ് വന്നതെന്നുള്ളത്. കുളപ്പടവിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് രാഗ്. എങ്കിലും അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. മുട്ടുകുത്തി അവൻ്റെ പുറകിലായി ഇരുന്ന ആമി അവൻ്റെ നെഞ്ചിലോടെ കൈയിട്ട് അവനിൽ അമർത്തിപ്പിടിച്ചു. ചുണ്ടുകൾ അവൻ്റെ പുറത്തമർത്തി കണ്ണീരാൽ അവൻ്റെ ദേഹം നനച്ചു. വിഷ്ണുവേട്ടൻ്റെയും ഐശുവിൻ്റെയും മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നും. അവളിൽ നിന്ന് കുതറി എഴുന്നേറ്റു. ഇതൊക്കെ എന്തിനാ എന്നോടിപ്പോൾ പറയുന്നത്? നമ്മുടെ പ്രണയം ഒരു അബദ്ധമായിരുന്നു എന്നാണോ? അങ്ങനല്ല. അവൻ്റെ കയ്യിൽ പിടിക്കാൻ നോക്കിയതും രാഗ് ആ കൈ തട്ടി മാറ്റി. എങ്ങനെയാണെങ്കിലും ആകട്ടെ, എൻ്റെ അമ്മയെ എനിക്ക് കരയിക്കാൻ വയ്യ. മാളുവുമായുള്ള വിവാഹം അത് നടക്കട്ടെ. തൻ്റെ ആഗ്രഹവും അതല്ലേ? പറയുകയും സ്റ്റെപ്പുകൾ കയറിപ്പോയി. മതിലുകൾക്കപ്പുറം നിന്നിരുന്ന മാളുവിൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. കോപത്തോടെ കയറിപ്പോകുന്നവനെ നോക്കി നിന്നു. കണ്ണുകൾ തുടച്ചു തിരിഞ്ഞ് ആമി കണ്ടു തന്നെ നോക്കി വിജയഭാവത്തിൽ നിൽക്കുന്ന മാളുവിനെ. എൻ്റെ ശ്രീയേട്ടനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയിട്ട് ഇപ്പം എന്തായി? എനിക്കന്നേ അറിയാമായിരുന്നു നീ ഒരു ചതിയത്തിയാണെന്ന്. ഇനി ഒരിക്കലും എൻ്റെയും ശ്രീയേട്ടൻ്റെയും ജീവിതത്തിൽ നീ വരരുത്. വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അകന്നു പോയിരുന്നവൾ ആ കൽപ്പടവിൽ കാൽമുട്ടിൽ മുഖം ചേർത്ത് അമർത്തി കരഞ്ഞു ആമി. അഭിരാമിയുടെ മോതിരവിരലിൽ തൻ്റെ പേരിലുള്ള മോതിരം അണിഞ്ഞ വിഷ്ണു അപ്പോഴും നോക്കണ്ടെന്ന് മനസ്സ് പറഞ്ഞിട്ടും അവളുടെ മിഴികൾ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന പന്തലിന് പുറകിനായി ചുവരി ചാരി നിൽക്കുന്നവനിലേക്ക് ഓടി. അവൻ്റെ അടുത്തായി ആ വിരലുകൾ കോർത്ത് പുച്ഛച്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന മാളുവിനെ കണ്ടതും നെഞ്ചൊന്ന് പിടഞ്ഞു. വിഷ്ണുവിൻ്റെ വിരലുകൾ തൻ്റെ വിരലുകളിൽ കോർത്തപ്പോൾ പൊള്ളിപ്പിടഞ്ഞു. മിഴിയിലൂടെ ഉരുണ്ടുവരുന്ന കണ്ണീരിനെ തടുക്കാനാവാതെ നിസ്സഹായായി നിന്നവൾ. 2 ആഴ്ചക്കുള്ളിൽ വിവാഹം ഉറപ്പിച്ചു ആമിയുടെയും വിഷ്ണുവിൻ്റെയും. മാളുവിൻ്റെ നിർബന്ധം കൊണ്ട് ആമിയുടെ വിവാഹത്തിന് മുമ്പ് മോതിരമാറ്റം നടത്തണമെന്ന് രാഗും തീരുമാനിച്ചു. നാളെയാണ് രാഗിൻ്റെയും മാളുവിൻ്റെയും നിശ്ചയം. രാഗും അത് ആഗ്രഹിച്ചു. അവളുടെ മുമ്പിൽ എന്തോ മാളുവിൻ്റെ കൈപിടിച്ച് നിൽക്കണമെന്ന് അവനും തോന്നി. ശ്രീകുട്ട, നീയും കൂടി വാടാ, മാളുവിന് ടൗണിൽ പോണം. എന്തോ അത്യാവശ്യ സാധനം മേടിക്കാനുണ്ട്. ഞാനില്ലമ്മ, ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോ നിങ്ങൾ. അതും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി രാഗ്. ഒന്ന് വാ ശ്രീയേട്ടാ, അച്ഛൻ്റെ കാർ എടുക്കാം. വെറുതെ ഓട്ടോ വിളിക്കണോ? അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാളു ചോദിച്ചു. ഞാനില്ല, നീ അമ്മയും കൂട്ടി പൊയ്ക്കോ. ഇപ്പോൾ അവൾ ആമിയായിരുന്നെങ്കിൽ ശ്രീയേട്ടൻ പോവായിരുന്നു. അതിനുത്തരമായി ഒന്ന് കടുപ്പിച്ചു നോക്കി. ബൈക്കും സ്റ്റാർട്ട് ചെയ്തവൻ പോയി. മുഖം ദേഷ്യത്താൽ ചുവന്നു. രാഗിൻ്റെ ബൈക്കിൻ്റെ ഒച്ച കേട്ടതും
ഓടി ഗേറ്റിങ്കിൽ എത്തിയിരുന്നവൾ കണ്ണുകൾ അവനായി പാറിയെങ്കിലും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മറഞ്ഞുപോയി. പന്തലിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് രാഗിൻ്റെ ഫോൺ റിങ് ചെയ്തത്. കാതോട് ചേർത്തതും കയ്യിലിരുന്ന കവറുകൾ നിലത്തേക്ക് വീണിരുന്നു. ബൈക്ക് എടുത്ത് പായുമ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടും പോലെ തോന്നി. ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി. ഐസിയുവിന് മുമ്പിലെത്തിയതും കണ്ടു ദേഹമാകെ രക്തം പുരണ്ടിരിക്കുന്ന മാളുവിനെ. അത് കണ്ടതും മരവിച്ച് നിന്നു. അപ്പോഴേക്കും അവൻ്റെ നെഞ്ചിലേക്ക് ഒരലർച്ചയോടെ മാളു വീണിരുന്നു. തുടരും.